ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ന്യൂസ് ചാനൽസ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെയും നമ്മളെല്ലാവരും അറിയുന്നുമുണ്ട്. കഴിഞ്ഞുപോയ കുറേ മണിക്കൂറുകൾ ഒരുപക്ഷെ നമ്മൾ പ്രവാസികൾക്ക് എല്ലാവർക്കും വളരെ ക്രൂഷ്യൽ തന്നെയായിരുന്നു. ഒരുപാട് കോൾസ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി പരിഭ്രാന്തരായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം കേരളത്തിലെ ന്യൂസ് ചാനൽസിൽ വരുന്ന വാർത്തകളാണ്. കാരണം കാണുന്ന ഏതൊരാളെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ വളരെ ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേരളത്തിലെ ന്യൂസ് ചാനൽസിൽ കൂടെ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സേഫായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിന് നന്നായിട്ടറിയാം. അതിന് വേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട്. ഇവിടേക്ക് വരുന്ന എല്ലാ മിസൈൽ അറ്റാക്സും ആകാശത്ത് വെച്ച് തന്നെ അവർ പ്രതിരോധിക്കുന്നുമുണ്ട്. അതിൻ്റെ ഡെബ്രിസ് വീണിട്ടാണ് ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ യുദ്ധത്തിന് സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും രാവിലെ യൂഷ്വലായിട്ടുള്ളവരുടെ റുട്ടീൻ എന്താണോ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്. അല്ലാതെ ഒരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. എന്തെങ്കിലും വാർത്തകൾ ആരെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സോഴ്സിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് ഒരുപാട് ദൂരത്തിൽ നമ്മുടെ വാർത്തകൾ അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാതിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് AI ജനറേറ്റഡ് വീഡിയോസും പണ്ട് എപ്പോഴോ നടന്നിട്ടുള്ള ആക്സിഡൻറ്റുകളുടെയോ അല്ലെങ്കിൽ ഷെൽ അറ്റാക്കിൻ്റെയോ ഒക്കെ വീഡിയോസ് എടുത്ത് ഇപ്പോൾ ദുബായിൽ നടന്നതാണെന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറിൽ നടന്നതാണെന്നും പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരെ പാനിക് ആക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ UAE ഒരു മലയാളി കപ്പിളിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അതായത് യുദ്ധം ആരംഭിക്കാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ട് വാങ്ങിച്ച് സാധനങ്ങൾ കൂട്ടിവെക്കുമ്പോൾ സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അവശ്യ സാധനങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇല്ല. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം അണ്ടർ കൺട്രോളിലുമാണ്. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറേയൊക്കെ കാര്യങ്ങൾ സത്യം തന്നെയാണ്. ഇവിടെയുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എയർപോർട്ടുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരരുത് എന്ന് വിചാരിച്ച് മാത്രം അവർ ചെയ്യുന്ന സേഫ്റ്റി മെഷേഴ്സാണ് ഇതൊക്കെ. അല്ലാതെ അതൊന്നും ഇവിടുത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ കാരണം ആണ് എന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ എല്ലാം നോർമലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഭരണാധികാരികൾക്കും ഒക്കെ അറിയാം. നമ്മൾ അത്രയും സേഫായിട്ടുള്ളൊരു രാജ്യത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും. സോ ആരും